ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും നിന്ന് ഈ 40 കല്യാണത്തിനാണ് ഗോൾഡ്, പിന്നെ എന്റെ കുട്ടികളുടെ സകല പൊട്ടുപൊടി സാധനങ്ങളെല്ലാം. ഭരണസമിതി അംഗം ചൈത്ര തമ്പാൻ എന്നോട് നേരിട്ട് പറഞ്ഞത് ഞാൻ ലീഗലി പോയി നേടിക്കോളാം. എനിക്ക് ലീഗലി പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് നീതി കിട്ടിയിട്ട് കാര്യമില്ല. അതെ, പ്രതാപവർമ്മ തമ്പാൻ സാറിന്റെ XMLയുടെ മകളാണ് ചൈത്ര തമ്പാൻ. നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. കൊല്ലം ജില്ലയ്ക്ക് സമീപം കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പേരൂർ സർവീസ് സഹകരണ ബാങ്കിൽ ലോക്കറിൽ വെച്ച 48 പവന്റെ സ്വർണ്ണമാണ് കാണാതെ പോയിരിക്കുന്നത്. ശൂന്യതയിൽ പോയിരിക്കുകയാണ്. പാവപ്പെട്ട നിർധനരായ ഒരു കുടുംബത്തിന്റെ അവർക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയ പൈസ സ്വർണവും മറ്റവരുടെ സമ്പാദ്യത്തിലുള്ള അവിടെ ചേർന്ന 2 പെൺമക്കൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ച 48 പവൻ സ്വർണ്ണമാണ് ആവിയായി പോയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് അവരിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ സ്വർണം കാണാനില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് അവർ അന്വേഷണം നടത്തിയോ ആ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു നടപടിയോ അവർക്ക് തിരിച്ചു കൊടുക്കുകയോ ചെയ്യാതെ അവർ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനാണ്, കോടതിയിൽ പോകാനാണ് ഭരണസമിതിയും ഇവിടുത്തെ ജീവനക്കാരും പറയുന്നത്. അവർക്ക് ബാങ്കിനെ സമീപിച്ച് കോടതി നടപടികൾക്കൊക്കെ പോകുമ്പോൾ ബാങ്കിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് തന്നെ ഈ കോടതി നടപടികൾക്ക് പോകാം. ഈ നിർധനരായ ഈ കുടുംബങ്ങൾ ഈ കോടതി വരെ, ജില്ലാ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ കേസ് പറഞ്ഞ് നടക്കണമെങ്കിൽ എത്ര വർഷം കഴിയും? അവർക്കുള്ള ചെറിയൊരു സമ്പാദ്യമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കൊല്ലം ജില്ലയിൽ തന്നെ ഈ പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തൊട്ടടുത്ത് തന്നെ 2 കിലോമീറ്ററിന് അപ്പുറം മാറി ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കുണ്ട്. അവിടെയും ഇത്തരത്തിൽ ബുക്കുമണ്ഡം പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോവുകയും അതിൻ്റെ അന്വേഷണത്തിലും അതിൻ്റെ കണക്കെടുക്കുന്ന സമയത്തും ഇത് തെളിവാകി വരികയും അതെല്ലാം ഒരു ജീവനക്കാരൻ ലോൺ എടുത്തതായിട്ട് ഒരു 5 സെന്റ് വസ്തു വെച്ച് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തതായിട്ട് എഴുതി മാറ്റുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അന്ന് ആരോപണ വിധേയമായ ആ ജീവനക്കാർ ഇന്ന് ആ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആ ഭരണസമിതിയിൽ അവിടെ ആ ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ കൊള്ളരായ്മയ്ക്കും കള്ളത്തിനും കൂട്ടുനിൽക്കാത്ത ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിരിച്ചുവിടുന്നതും കാഴ്ചകളാണ് ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിലുള്ളത്. അതേപോലെ തന്നെ കൊല്ലൂർ വിള സർവീസ് സഹകരണ ബാങ്ക്, ഇത്തരം കൊല്ലം ജില്ലയിൽ ഏതാണ്ട് ഒരു ബാങ്കല്ല നിരവധി ബാങ്കുകളിലാണ് ഇത്തരത്തിൽ സ്വർണ്ണങ്ങൾ കൊണ്ടുവച്ചാൽ അത് മോഷണം പോവുക, മുക്കുമണ്ഡം പണയം വെച്ച് പൈസകൾ എടുക്കുക, ഇതെല്ലാം ജീവനക്കാരുടെ ഒത്താശയോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ സാധാരണക്കാരായ പാവങ്ങൾക്കുള്ള ആശ്രയമായിട്ടുള്ള ഈ സഹകരണ ബാങ്കിൻ്റെ ഓരോ ആവശ്യങ്ങൾക്ക് ചെല്ലുകയും ലോണുകൾ എടുക്കുകയും അവിടുന്ന് കൂട്ടി വെച്ച് പൈസകൾ കൂട്ടി പലിശകൾ കൂട്ടി സാധാരണക്കാരിൽ നിന്നും മേടിക്കുന്ന ഈ കാശുകൾ കൊണ്ട് ഈ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും കാണിക്കുന്ന അഴിമതികളുടെ ഉത്തമ ഉദാഹരണമാണ് പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നിൽ ഈ പാവങ്ങൾ ഇവിടെ വന്ന് നിരാഹാരം ഇരിക്കേണ്ട, ഒരു ധർണ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സ്വർണം കൊടുക്കാൻ വേണ്ടി ഇതിന് തീരുമാനം അറിയാൻ വേണ്ടി യുവമോർച്ചയുടെ പ്രവർത്തകരും ഇതിനൊപ്പം തന്നെ ബാങ്കിനകത്ത് നിന്ന് സെക്രട്ടറിയെ കാണുമ്പോൾ സെക്രട്ടറി എല്ലാം പരീക്ഷ എഴുതാൻ പോയെന്നോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോയെന്നൊക്കെയാണ് അറിയുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ ബാങ്കിന്റെ ബോർഡിന്റെ ഭാഗത്തുനിന്നോ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നോ ആരും തന്നെ വന്ന് ഇവിടെ ഒരു സമാധാനം പറയുന്നില്ല. ഈ നിർധനായവർ ഈ ഇന്നലത്തെ കാലത്ത് അവരെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ച ഈ സ്വർണത്തിന് വേണ്ടി അവരിനി കോടതി കയറണമെന്നാണ് പറയുന്നത്. എവിടുത്തെ ന്യായം? ഇവിടെ ക്യാമറ, ഒരു സ്വർണം ലോക്കറിൽ പോകുമ്പോൾ നിരവധി കടമകളുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പിടണം. അതിന് അവർ തെളിവുണ്ട്. ഇവിടെ ക്യാമറയുണ്ട്. കയറുന്ന എൻട്രൻസ് ഭാഗങ്ങൾ ഇത്തരത്തിൽ എല്ലാം സുരക്ഷിതമുണ്ടായിട്ടും ഇതെങ്ങനെയാണ് ശൂന്യതയായിപ്പോയത്? ഇവരെങ്ങനെയാണ് കോടതി ഇത്തരത്തിലുള്ള സാധാരണക്കാർ ജനങ്ങൾ ഏത് കോടതിയിൽ പോയാണ് എന്നാണ് തെളിയിക്കേണ്ടത്? ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ് പേരൂർ സർവീസ് സഹകരണ ബാങ്കിലുണ്ടായത്. ഇതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ പാവങ്ങളുടെ 48 പവന്റെ സ്വർണം തിരിച്ചു കൊടുക്കാനുള്ള മര്യാദയും അതിനു വേണ്ടുന്ന കാര്യങ്ങളും ചെയ്ത് ഇവരെ പ്രശ്നം പരിഗണിക്കണം. അല്ലാതെ കോടതി കയറി ഇറങ്ങി ഇവരെ ബുദ്ധിമുട്ടിക്കരുത്. എന്തായാലും ഇത്തരത്തിൽ ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കും അതേപോലെ കൊല്ലൂർ വിള ബാങ്കും അതേപോലെ തന്നെ പേരൂർ ബാങ്കും ഇതെല്ലാം കൊല്ലം ജില്ലയിലെ 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇതെല്ലാം ഏതാണ്ട് ഒരേ ഭരണസമിതിക്കാരാണ് ഉള്ളത്. ഇപ്പോൾ ഭരണം വന്നിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആണ്. അവർക്കിപ്പോൾ സഹകരണ മന്ത്രികൾ വന്നിട്ടുണ്ട്. അവരെങ്കിലും ഉത്തമമായിട്ട് ഇത്തരം സാധാരണക്കാരന് ആവശ്യമുള്ള ഈ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ മുൻനിർത്തി പോകാനും സാധാരണക്കാരൻ്റെ അവർക്ക് ആവശ്യങ്ങൾക്ക് എപ്പോഴും ഓടിച്ചെല്ലാനും അവർ സഹായത്തിന് വേണ്ടുന്ന ഈ ബാങ്കുകൾ തകർന്നു പോകാതെയും കതിരൂരും അല്ലെങ്കിൽ കൊല്ലൂർ വിളയൊക്കെ തകർന്നതുപോലെ അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരുള്ള ബാങ്കുകളൊക്കെ തകർന്നതുപോലെ തകർന്നു പോകാതിരിക്കാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നെടുത്ത് ഇത്തരം
അഴിമതിക്കാരായ ഭരണസമിതികളെ പിരിച്ചുവിടുക, കഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പറഞ്ഞുവിടുക, ഇതേ കണക്ക് നിരപരാധികളായിട്ടുള്ളവർ ലോക്കറിൽ കൊണ്ടുവെക്കുകയോ ലോൺ എടുക്കാനൊക്കെ വന്നാൽ അവരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിച്ചും അവരെ തെരുവിലാക്കാതിരിക്കുക. എന്തായാലും കേരളത്തിൽ പുതിയൊരു സർക്കാരും മുഖ്യമന്ത്രിയൊക്കെ ഏറ്റിരിക്കുകയാണ്. അവർ ഉചിതമായിട്ട് സഹകരണ വകുപ്പ് മന്ത്രിയും അതിന് ആൾക്കാരും ഇത്തരം ഭരണസമിതികളെയൊക്കെ പിരിച്ചുവിട്ട് പുതിയ കാര്യങ്ങൾ ഈ ജീവനക്കാർക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുത്ത് കൊടുക്കാനും അവരെ കഷ്ടപ്പാട് മാറ്റാനുമുള്ള ഉചിതമായ നടപടികൾ സ്വീകരിക്കട്ടെ. ലോക്കർ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഞാനിവിടെ പേരൂർ സ്വദേശിനിയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന നാടാണ്. അപ്പം ഞാൻ 13 തൊട്ട് ലോക്കർ ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വരും കാലങ്ങളിൽ ലോക്കർ ഉപയോഗിച്ചുകൊണ്ട് വരുവാണ്. ഞാൻ 2026 ഞാൻ ഏപ്രിൽ മാസം 22-ാം തീയതി ഞാനിവിടെ ബാങ്കിൽ വന്നിരുന്നു. ഞാൻ ബാങ്കിൽ വന്നു. അടുത്ത മാസം എൻ്റെ ലോക്കർ ക്ലോസ് ചെയ്യുമെന്ന് ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്ന സജീവ് എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു, ധന്യ പോയിട്ട് അടുത്ത ആഴ്ച ലോക്കർ കൈകാര്യം ചെയ്യുന്ന വിദ്വാണനാണ്, പുള്ളി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോയിരിക്കുവാണ്, അതുകൊണ്ട് പോയിട്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു. ഞാൻ ശരിക്കും എൻ്റെ ലോക്കറിൻ്റെ റെൻ്റ് അടച്ച് അടുത്ത മാസം ഞാൻ ക്ലോസ് ചെയ്യുന്ന കാര്യം ഇവരോട് പറയാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വന്നത്, ഏപ്രിൽ 22-ാം തീയതി. ഞാൻ വീണ്ടും ഏപ്രിൽ 27-ാം തീയതി വീണ്ടും ഈ ബാങ്കിൻ്റെ ലോക്കർ ഓപ്പൺ ചെയ്യാൻ വന്നപ്പോൾ ആദ്യം ബാങ്കിൻ്റെ ലോക്കർ കീ കാണുന്നില്ലെന്ന് എന്നോട് വിധു എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു. അതിനുശേഷം എൻ്റെ കീ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് കീ മേടിച്ചു. പുള്ളി ഞാനും പുള്ളിയുടെ പ്രസൻസിൽ തന്നെ ഞാൻ ലോക്കർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ലോക്കർ 2 കീയും എൻ്റെ കീ ഇട്ടിട്ട് ആ ലോക്കർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം പുള്ളി ലോക്കറിന്റെ കീ മാറിയെന്നും പറഞ്ഞ് എന്നോട് തർക്കിച്ച് വാദമായിട്ട് നിന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ ബാഗിലോട്ട് വേറെ കീ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് പോയ സമയത്ത് വിധിച്ചേട്ടൻ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, തന്നെ ലോക്കർ ഓപ്പൺ ആയി എന്ന് പറഞ്ഞ് വിധിച്ചേട്ടൻ എന്നെ തിരികെ വിളിച്ചു. ഞാനപ്പം തിരികെ വന്ന സമയത്ത് വിധിച്ചേട്ടൻ ലോക്കർ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുവാണ്. ആ സമയത്ത് ചേട്ടൻ താഴോട്ട് ഇറങ്ങുന്നു, ലോക്കറിന് പുറത്തോട്ട് പോകുന്നു. ഞാൻ എൻ്റെ ബോക്സുകൾ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ബോക്സിൽ ഒരു സാധനങ്ങളും ഒന്നും, എൻ്റെ ഗോൾഡ് ഒന്നും ഇരിപ്പില്ല. അങ്ങനെ ഞാൻ കിടന്ന് പെട്ടെന്ന് നിലവിളിച്ചു. ഞാൻ എൻ്റെ മൂത്ത കുട്ടിയായിട്ടാണ് ശരിക്കും വന്നത്, മകള് പുറത്തിരുന്നതാണ്. എൻ്റെ നിലവിളിയായിട്ട് ബാങ്കിലെ സെക്രട്ടറിയും അതുപോലെ വിധിച്ചേട്ടനും എല്ലാവരും ഓടി വന്നു. അപ്പോഴത്തേക്ക് സെക്രട്ടറി എൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് എന്നെ പെട്ടെന്ന് പിടിച്ചുകൊണ്ടൊന്ന് ചെയറിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, തന്നെ നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും കാണും, മറ്റേതെങ്കിലും ലോക്കറിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാഡം എൻ്റെ ലോക്കർ 21 ഞാൻ അതിലാണ് എൻ്റെ ഗോൾഡ് വെച്ചിരുന്നത്, വേറെ ലോക്കറിലോട്ട് ഞാൻ മാറ്റി വെക്കാൻ സാധ്യതയില്ല, നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഒരിക്കലും അത് മാറ്റി വെക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നോട് അങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു പോലീസിനെ ഇൻഫോം ചെയ്യരുത്, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും, ഒരു 4 മണി വരെ അവർക്ക് സമയം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചൈത്ര തമ്പാൻ എല്ലാം വന്നു, ഇവിടെ ബോർഡ് മീറ്റിംഗ് എല്ലാം കൂടി. 4 മണി കഴിഞ്ഞിട്ട് അവരുടെ രീതികൾ മാറി. പിന്നെ ഞാൻ കിളിക്കൊല്ലൂർ പോലീസിനെ ഇൻഫോം ചെയ്തു. അവർ കേസ് ഏകദേശം ഒരു 8-10 ദിവസം വരെ കേസ് FIR ഇടുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ അതിനുശേഷം മെയ് 5-ാം തീയതി ഞാൻ കമ്മീഷണർ ഹേമലത മാഡത്തിനെ നേരിട്ട് പോയി കണ്ട് എൻ്റെ അവസ്ഥ എനിക്ക് 2 കുട്ടികൾ, 2 പെൺകുട്ടികളാണ്, എൻ്റെ ഹസ്ബൻഡും, ഞങ്ങൾ രണ്ടുപേരും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. ആകെയുള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന് ഈ 40 കല്യാണത്തിനാണ് ഗോൾഡ്, പിന്നെ എൻ്റെ കുട്ടികളുടെ സകല പൊട്ടുപൊടി സാധനങ്ങളെല്ലാം. ഞാൻ താമസിക്കുന്ന വലിയ ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഉള്ള വീടല്ല, അവിടെ ഒരു പ്രായം ചെന്ന അമ്മയും 2 കുട്ടികളും ഉള്ളൂ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ജനിച്ചോളുന്ന ഈ നാട്ടിൽ ഈ ബാങ്കിൽ കൊണ്ടുവന്ന് ഞാൻ വെച്ചിരുന്നത്. അപ്പം അതിനുശേഷം ഞാൻ മെയ് 6-ാം തീയതി എൻ്റെ കേസ് FIR ഇട്ടു. ഏകദേശം ഒരു 10 ദിവസം വരെ എൻ്റെ കേസിൽ ഒരു അനക്കോ കാര്യങ്ങളോ ബാങ്കിന്റെ ഭാഗത്ത് ഒരു നീതിയോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും അർച്ചന മാഡത്തിനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ മാഡം അന്നേരവും പറയുന്നത് മറ്റേതെങ്കിലും ലോക്കറിൽ അതുണ്ടോ എന്ന് നോക്കട്ടെ എന്നാ. എന്നാലും അവർക്ക് അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിലൊരു വ്യക്തമായ തീരുമാനം മാഡത്തിനോ ബാങ്ക് സ്റ്റാഫുകൾക്കോ പറയാൻ എന്നോടില്ല. ഞാൻ 2013 തൊട്ട് ലോക്കർ ഇവിടെ വെച്ചോണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിൽ തന്നെ എന്റെ സഹോദരന്റെ ഒരു 40 ഗോൾഡ് വൈഫിന്റേതും വേറൊരു ലോക്കറിൽ ഇരിപ്പുണ്ട്. അവസാനം എന്താണ് അവർ പറയുന്നത്? ബാങ്ക് ഉദ്യോഗസ്ഥരും ഇപ്പൊ ബാങ്കുകാർ പറയുന്നത് അവർക്ക് വ്യക്തമായ ഒരു മറുപടി. മെനഞ്ഞാന്ന് എന്റെ അച്ഛന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനോട് ബാങ്കിൽ വന്നു. അപ്പോഴും ലോക്കർ കൈകാര്യം വിധു എന്ന് പറഞ്ഞ ചേട്ടൻ പറയുന്നത് 10 ദിവസത്തിന് അണ്ണ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഭരണസമിതി അംഗം ചൈത്ര തമ്പാൻ എന്നോട് നേരിട്ട് പറഞ്ഞത്, ഞാൻ ലീഗലി പോയി നേടിക്കോളാം, എനിക്ക് ലീഗലി പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് നീതി ഇട്ടിട്ട് കാര്യമില്ല. അതെ, പ്രതാപവർമ്മ തമ്പാൻ സാറിന്റെ XMLയുടെ മകളാണ് ചൈത്ര തമ്പാൻ, നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. എന്നോട് പുള്ളിക്കാര് നേരിട്ട് പറഞ്ഞു, നീ നിയമത്തിന്റെ വഴിക്ക് പോയി. എനിക്ക് നിയമത്തിന്റെ വഴിക്ക് പോയ സാറിനും അറിയാം, ലോകത്ത് മൊത്തം നിയമത്തിന്റെ വഴിക്ക് പോകണം, അവർക്ക് പരിഹാരം കാണാൻ പറ്റുന്നില്ല. അതെ, ബാങ്കിന് ഇനി ഉത്തരവാദിത്വം അവർക്ക് ഇല്ലാന്ന് പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോയി സാർ വർഷങ്ങൾ കഴിഞ്ഞ് എനിക്ക് ഇതിന്റെ നീതി കിട്ടാനായിട്ട് എനിക്ക് അതുവരെ കാത്തിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ആവശ്യങ്ങൾ, എന്റെ ആകെയുള്ള സമ്പാദ്യം മൊത്തം ഈ ഗോൾഡ് ആണ്. അവർക്ക് നിയമപരമായിട്ട് നടപടിക്കും ബാങ്കിന്റെ പൈസ എടുത്ത് നിയമമാണ് അവിടെ സ്വീകരിക്കാം. ചൈത്ര പറയണേ എന്റെ ബാങ്കിന് 70 കോടിയുടെ ആസ്തി ഉണ്ട് എന്നാ അവര് പറയണത്. പക്ഷെ എനിക്ക് എന്റെ സ്വർണം തിരിച്ചു കിട്ടണം, എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ എന്റെ 2 കുഞ്ഞു കുട്ടികളെ വരെ ഇതിലോട്ട് ഇൻവോൾവ് ആക്കിയത് ഇപ്പോഴാണ്. എനിക്ക് നീതി ലഭിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രശ്നം ഞാൻ കോടതി വഴി ഞാൻ പോയിക്കോളാം. കോടതി വഴി പോയി എനിക്ക് എന്ന് തിരിച്ചു കിട്ടുമെന്ന് ഈ സമൂഹത്തിന് മൊത്തം അറിയാം. എത്ര വർഷങ്ങൾ എടുക്കും എനിക്ക് എന്റെ നീതി കിട്ടാനായിട്ട്. അപ്പൊ എനിക്ക് എന്റെ ഗോൾഡ് വേണം, എനിക്ക് നഷ്ടപ്പെട്ട ഗോൾഡ്. അതുകൊണ്ട് സാറേ ഉണ്ട്, ഒരുപാട് അലിഗേഷൻസ് ഈ ബാങ്കിൽ അടുത്ത സമയങ്ങളിൽ നടക്കുന്നുണ്ട്. എന്റെ കേസ് ഏപ്രിൽ 27-ാം തീയതിയാണ് ഈ വിഷയമായത്. അതിനുശേഷം നമ്മുടെ ഈ 16-ാം വാർഡിലെ ഒരു ഫാമിലി, ഞാൻ അവരുടെ പേര് വ്യക്തമായിട്ട് പറയുന്നില്ല, അവരിവിടെ ഒരു 18 പവന്റെ ഗോൾഡ് വെച്ചിരുന്നു. അത് തിരികെ എടുക്കാൻ വന്നപ്പോൾ ഒരു 1.25 പവന്റെ വള അവരുടെ മിസ്സിംഗ് ആണ്. ആ ലേഡി നേരെ ബാങ്കിന് ഇറങ്ങി വന്ന് ഇവിടുത്തെ താഴെ 16-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറുണ്ട്,
പുള്ളിക്കാരനോടാണ് ഈ വിഷയം പറയുന്നത്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ അവരുടെ പേയ്മെന്റ് എടുത്ത് സെറ്റിൽ ചെയ്തു. അപ്പം എനിക്ക് നീതി കിട്ടണം. എനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെ എന്റെ കുഞ്ഞുങ്ങളെ പഠിത്തം കളഞ്ഞാൽ പോലും ഞാനിവിടെ വില കയറ്റമൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെയാണ് സംഭവിച്ചായിരിക്കും. എന്ത് സ്വർണ്ണത്തിന് ഇപ്പോഴത്തെ 1 ലക്ഷത്തിന് മേളിൽ വിലയായല്ലോ. അതെ, 1 ലക്ഷത്തിന് മുകളിൽ എന്റെ മൊഴി കൊടുത്തന്ന് 1,15,000. ഇപ്പോഴത്തെ വിലയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ വരെ. അപ്പൊ എനിക്ക് എന്ന് ഇതിന്റെ നീതി കിട്ടും? ഈ അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ ലോക്കറിനകത്ത് CCTV ക്യാമറ ഇല്ല, എൻട്രൻസ് വരെ ഉള്ളൂ. അവർ പറയുന്ന ഒരു 19 ഡേയ്സ് വരെ ഫുട്ടേജും കാര്യങ്ങളും കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ബാങ്കുകാർ പറയണ എന്നോട് എന്റെ ഫോൾട്ടെന്ന് അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഈ 2017 വരെ വന്ന അവരുടെ രജിസ്റ്ററിനകത്ത് എന്റെ റെക്കോർഡും കാര്യങ്ങളും ഉള്ളൂ. ഞാൻ വന്ന ഡേറ്റും പേരും കാര്യങ്ങളും എഴുതിയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഈ ബാങ്കിൽ വന്നിട്ടില്ലെന്നാണ് ബാങ്ക് ആരോപിക്കുന്ന കാര്യം. പക്ഷെ ഞാൻ ഈ ലാസ്റ്റ് 2026 ഏപ്രിൽ മാസം 27 വന്നപ്പോൾ പോലും അവർ എന്നെ കൊണ്ട് രജിസ്റ്റർ സൈൻ ചെയ്യിക്കാതെയാണ് ബാങ്ക് ലോക്കറിനകത്ത് എന്നെ കയറ്റി വിട്ടത്. അത് എന്റെ കുറ്റമല്ല, ബാങ്കുകാരുടെ കുറ്റമാണ്. അവർ പറയണത് ഞാൻ അന്നും വന്നിട്ടില്ല, ഞാൻ ഈ 2024 ലാസ്റ്റ് വന്നു എന്ന് പറയുന്ന ആ സമയത്തും ഞാനിവിടെ വന്നില്ലെന്നാണ് ബാങ്ക് ആരോപിക്കുന്നത്. പക്ഷെ അർച്ചന മേഡം എന്നോട് പറയുന്നത് ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ബാങ്കിന്റെ സെക്രട്ടറി പറയുന്നത്. നഷ്ടപ്പെട്ട ദിവസവും നോക്കാൻ നേരത്ത് അതെ, അപ്പോഴും എന്നെ കൊണ്ട് റെക്കോർഡ് അവർ സൈൻ ചെയ്യിപ്പിക്കാതാണ് എന്നെ ലോക്കറിൽ കയറ്റിയത്. ഞാൻ ഈ ഏപ്രിൽ 22-നും 27-നും വന്നപ്പോഴും എന്നെ കൊണ്ട് അവരെ റെക്കോർഡ് സൈൻ ചെയ്തിട്ടില്ല. ആ റെക്കോർഡ് ബുക്ക് ബാങ്കിന്റെ കയ്യിരിക്കുന്ന ബുക്കാണ്, അത് എന്റെ കൈവശമുള്ള ബുക്കല്ല. അവരാണ് എന്നെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കേണ്ടത്. ആ ലോക്കറിൽ ഉണ്ടായിരുന്ന ഒരു സാധനം പോലും ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് കുടുംബത്തിൽ പരാതി.